നമസ്കാരം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ സങ്കീർണമായിട്ടുള്ള പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നതിനാൽ ആത്മസംയമനം, ഈശ്വര പ്രാർത്ഥനകൾ, വേണ്ടപ്പെട്ടവർ, അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം പരിഗണിക്കുക, കുടുംബാംഗങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നിവയൊക്കെ തന്നെ ഈ ഒരു പരിധി വരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിച്ച് ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കും. ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് യോഗമുള്ളത്. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. അവധി ദിനങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നത് വഴി ആരാധനാലയ ദർശനം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. കഴിവും പ്രാപ്തിയും അറിവുമുണ്ടെങ്കിലും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്തത് വഴി മനസ്സമാധാനം കുറയും. ഏതൊരു കാര്യവും മാനസികമായിട്ടുള്ള വിഭ്രാന്തിയോടുകൂടി ഏറ്റെടുക്കുമെങ്കിലും അന്തിമ നിമിഷത്തിൽ ഫലപ്രാപ്തി നേടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. തന്മൂലം ആശ്ചര്യം അനുഭവപ്പെടും. നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മംഗളകർമ്മങ്ങളിൽ വളരെ ആത്മസംയമനത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴി ഉന്നതരെ പരിചയപ്പെടുവാനുള്ള അവസരം, പുതിയ തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മ മേഖലകളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും അന്തിമ നിമിഷത്തിൽ ഫലപ്രാപ്തി നേടുവാനും യോഗമുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് ഒരു പക്ഷേ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ താമസിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗം കുറവുള്ളത് കൊണ്ടായിരിക്കാം അത് ഉണ്ടായിത്തീരുക. സാഹസ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് ഗുണകരമായി തീരും. ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ള പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും സെപ്റ്റംബർ മാസം വരെ നേട്ടം കുറവുള്ളതിനാൽ അതുവരെ പണം മുതൽ മുടക്കുന്നത് ഗുണകരമായി തീരുകയില്ല എന്നതുകൂടിയാണ് അവിട്ട നക്ഷത്രക്കാരുടെ ഈ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളായി പറയേണ്ടത്. നമസ്കാരം.